കഞ്ചാവുമായി റാപ്പർ വേടൻ അറസ്റ്റിലായ സാഹചര്യത്തിൽ അതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഏറ്റവും പുതിയതായി ഇപ്പോൾ വരുന്ന വിവരം, മാലയിലുള്ളത് പുലിപ്പല്ല് തന്നെ എന്നത് വേടൻ പറഞ്ഞിട്ടുണ്ട് എന്ന വിശദാംശം അത് പുറത്തു വരികയാണ്. ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാം, ഇത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് വേടൻ പറയുന്നു. പോലീസിനോട് ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ അത് കുറ്റകരമാണ്, അറസ്റ്റ് ഉറപ്പാണ്, അത് പരിശോധിച്ച് തെളിഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അനുജ, തീർച്ചയായും. കാരണം വേടന്റെ മൊഴി പ്രകാരം ഇത് തായ്ലൻഡിൽ നിന്നാണ് ഈ പുലിനഖം കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് വേടൻ പോലീസിനോട് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരിക്കുന്നത്. അതൊരു സുഹൃത്ത് വഴിയാണ് കൊണ്ടുവന്നത് എന്നും അയാൾ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒറിജിനലാണോ? കാരണം വിദേശത്ത് നിന്ന് പോലും ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന വ്യാജ ഉൽപ്പന്നങ്ങൾ, അത് ഈ പുലിയുടെ പല്ല്, നഖം, ആനവാൽ എന്നിവയൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒറിജിനൽ ആണോ എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിന് നേരത്തെ തന്നെ പരിശോധിച്ച് വളരെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരാണ് കോടനാട് നിന്ന് ഇവിടെ എത്തിയത്. കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ ഇവിടെയുണ്ട്. ആ പരിശോധനയിൽ അത് ഒറിജിനൽ ആണെന്ന് തെളിഞ്ഞാൽ നിലവിലെ കേസുകളുടെ അവസ്ഥ എല്ലാം മാറും. കാരണം നേരത്തെ ഉണ്ടായിരുന്നത് അത് ഒരു 5 ഗ്രാം കഞ്ചാവും ജാമ്യം കിട്ടാവുന്ന കുറ്റവുമാണെങ്കിൽ ഇതിപ്പോൾ ജാമ്യം ലഭിക്കാത്ത കുറ്റമായി മാറി. മജിസ്ട്രേറ്റിന് പോലും ആദ്യ തവണ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം നൽകാൻ സാധിക്കാത്ത ഒരു കുറ്റമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സംരക്ഷിത പട്ടികയിൽപ്പെട്ട മൃഗങ്ങളുടെ അത് അവശിഷ്ടങ്ങൾ എന്തുതന്നെയാണെങ്കിലും അത് ഉപയോഗിക്കാൻ അനുവാദമില്ല. അങ്ങനെയുള്ള കേസിൽ അറസ്റ്റ് ഉണ്ടാകും, അത് റിമാൻഡിലേക്ക് പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകും. അത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ പോലും ഇന്ത്യയിൽ അത് ഉപയോഗിക്കാൻ അനുമതിയില്ല എന്നുള്ളതാണ് നിയമം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് കുറച്ചുകൂടി ഗൗരവമാകുന്നത്. നേരത്തെയുള്ള കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇത് തൻ്റെ കയ്യിലുണ്ടായിരുന്നത് അത് പുലിനഖമാണ് എന്നും അത് തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നും വേടൻ തന്നെ പോലീസിന് മൊഴി നൽകുകയും പോലീസ് ആ വിവരം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അത് പരിശോധിക്കുന്നതിന് വേണ്ടി ഹിൽപാല സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്നത്. പോലീസ് ബന്ദോബസ്തിലെടുത്ത ആ മാല, അത് ആ പുലി നഖം ആണ് എന്ന് ഉറപ്പിച്ചിരിക്കുന്ന മാല ഇവിടെ കൊണ്ടുവന്ന് ഇനി പരിശോധിക്കേണ്ടതുണ്ട്. അത് ഒറിജിനലാണ് എങ്കിൽ ഇതുവരെ ഈ കേസ് വേടൻ അനുകൂലമായി, പ്രത്യേകിച്ച് ജാമ്യം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി എങ്കിൽ അത് ജാമ്യം ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമാകും ഇനി ഉണ്ടാവുക. ഇതിലെ പരിശോധന എന്നുള്ളത്, അതിന്റെ ഫലമൊക്കെ അത് ഉടൻ തന്നെ വരുന്ന രീതിയിലാണോ ശ്യാം? നമ്മൾ നേരത്തെ കോടനാട് റേഞ്ച് ഓഫീസറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരാണ്, അവർക്കത് കണ്ടാൽ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായും വർഷങ്ങളായി അത് ഈ വനമേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്ത് ഇത്തരത്തിലുള്ള ഈ ചത്ത പുലികളുടെയും ഒക്കെ അവശിഷ്ടങ്ങളും മറ്റും കുഴിച്ചിടുകയും അത് പരിശോധനയ്ക്ക് അയക്കുകയും ഒക്കെ ചെയ്ത ഉദ്യോഗസ്ഥരാണ്. സ്വാഭാവികമായും അവർക്കത് അറിയാൻ സാധിക്കും. ഏതായാലും പ്രാഥമിക പരിശോധനയിൽ അത് ഒറിജിനൽ ആണോ എന്ന് വ്യക്തമാകുമെന്ന് തന്നെയാണ് പറയുന്നത്. നിലവിൽ അത് പോലീസ് ഇവിടെ എത്തിച്ച് ആ പരിശോധന പൂർത്തിയാകേണ്ടതുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷം ഇത് ഒറിജിനൽ ആണോ അല്ലയോ എന്നറിയാം. ഒറിജിനൽ ആണ് എങ്കിൽ വേടൻ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അത് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കപ്പെടുകയും റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാവും കാര്യങ്ങളുടെ പോക്ക്. അതാണിപ്പോൾ ഈ കഞ്ചാവ് കൂടാതെ അദ്ദേഹത്തിന്റെ മാലയിലെ പുലിപ്പല്ല്, ഇത് രണ്ടും വേടനെ സംബന്ധിച്ച് വിനയായിരിക്കുകയാണ്. കഞ്ചാവ് അളവിന്റെ കാര്യത്തിൽ അത് കുറ്റകരമല്ല, ജാമ്യം ലഭിച്ച് പുറത്തു വരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ മാലയിലുള്ളത് പുലിപ്പല്ലാണ് എന്ന് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, വേടൻ പറയുന്നുണ്ട്, തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അത് ഒറിജിനൽ ആണോ എന്നൊക്കെയുള്ളതിലുള്ള പരിശോധന അത് വനംവകുപ്പ് നടത്തും. അതിലുടൻ തന്നെ അത് അറിയാൻ കഴിയും, അവർക്ക് തിരിച്ചറിയാൻ കഴിയും എന്നതാണ്. അങ്ങനെയെങ്കിൽ അറസ്റ്റ് ഉറപ്പാണ് എന്നതാണ്. അങ്ങനെ 2 കേസുകളിൽ ഇപ്പോൾ വേടൻ കുടുങ്ങിയിരിക്കുന്നു. ഒപ്പം വേടനും സുഹൃത്തുക്കളും സഞ്ചരിക്കുന്ന വാഹനങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിശദമായ വിവരണങ്ങൾ, ഒപ്പം തന്നെ മറ്റു വാർത്തകളുമായി ഹോട്ട് ന്യൂസ് ആരംഭിക്കുകയാണ്. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു. അതിനൊപ്പം തന്നെ നന്ദി പറയുകയാണ് ശ്രീ അൽഫോൺസ് ജോസഫിനും.